അമേരിക്കൻ പടക്കോപ്പുകൾ മുട്ടുമടക്കുന്ന ഇറാന്റെ ഗ്രാനൈറ്റ് പ്രതിരോധം. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ബജറ്റിൽ നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണും അത്യാധുനിക സ്റ്റെൽത്ത് ബോംബറുകളും പശ്ചിമേഷ്യൻ കടലിൽ വെറും നോക്കുകുത്തികളായി മാറുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. എന്തുകൊണ്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഈ സൈനിക സന്നാഹം ഇറാന് മുന്നിൽ പതറുന്നത്? എന്തുകൊണ്ടാണ് അമേരിക്കയുടെ അതിമാരക മിസൈലുകൾക്ക് ഇറാന്റെ ആണവ രഹസ്യങ്ങളെ തൊടാൻ പോലും കഴിയാത്തത്? അതിനുള്ള ഉത്തരം കിടക്കുന്നത് ഇറാന്റെ പർവ്വതങ്ങൾക്കുള്ളിലെ അപ്രേദ്യമായ കോട്ടകളിലാണ്. ആകാശത്തു നിന്നുള്ള ഭീഷണികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഗ്രാനൈറ്റ് പാറകൾക്കിടയിൽ ഇറാൻ തീർത്ത പ്രതിരോധം അമേരിക്കയുടെ ഓരോ പടക്കപ്പലിനെയും ഉപയോഗശൂന്യമാക്കുകയാണ്. അഹങ്കാരത്തിന്റെ ആയുധബലവും ഒരു രാഷ്ട്രത്തിന്റെ അജയ്യമായ പോരാട്ട വീര്യവും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ സാമ്രാജ്യത്വത്തിന്റെ തിരക്കഥകൾ പാളിപ്പോകുന്ന കാഴ്ചയാണ്. ഇറാഖിലും സിറിയയിലും അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾ കണ്ടുപഠിച്ച ഇറാൻ തങ്ങളുടെ ആണവ പ്രതിരോധം പർവ്വതങ്ങൾക്കുള്ളിലേക്ക് മാറ്റി. ഫോർദോയിലെയും നടാൻസിലെയും പ്ലാന്റുകൾ ഇന്ന് വെറും കെട്ടിടങ്ങളല്ല, മറിച്ച് 300 മുതൽ 500 അടി വരെ ആഴത്തിൽ കട്ടിയുള്ള ഗ്രാനൈറ്റ് പാറകൾക്കും പ്രത്യേക കോൺക്രീറ്റ് പാളികൾക്കും താഴെ ഉറങ്ങുന്ന അഗ്നിപർവ്വതങ്ങളാണ്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കരുത്തുറ്റ ഈ പർവ്വതക്കോട്ടകളെ തകർക്കാൻ അമേരിക്കയുടെ പക്കൽ ഇന്ന് ആയുധങ്ങളില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിക്കാക്സ് പർവ്വതത്തിന് താഴെ 100 കണക്കിന് മീറ്റർ ആഴത്തിൽ ഇറാൻ തീർത്ത തുരങ്ക സമുച്ചയങ്ങൾ കേവലം ഒരു ആണവ പ്ലാന്റ് അല്ല, മറിച്ച് സാമ്രാജ്യത്വത്തിന്റെ മിസൈൽ മഴയെ പുച്ഛിച്ചു തള്ളുന്ന പ്രതിരോധത്തിന്റെ അത്ഭുതമാണ്. ഉപരിതലത്തിൽ നിന്നും എത്ര ബോംബുകൾ വർഷിച്ചാലും ഈ ഗ്രാനൈറ്റ് കവചം ഭേദിക്കാൻ ആധുനിക യുദ്ധതന്ത്രങ്ങൾക്ക് കഴിയില്ലെന്ന് അമേരിക്ക തിരിച്ചറിയുന്നു. വിനാശകാരിയായ ഓരോ സ്ഫോടനത്തെയും ആഗിരണം ചെയ്യാൻ പാകത്തിൽ നിർമ്മിച്ച ഈ ഭൂഗർഭ നഗരങ്ങൾ അമേരിക്കയുടെ പടക്കപ്പലുകളെ വെറും കാഴ്ചക്കാരാക്കി മാറ്റുകയാണ്. സ്വന്തം മണ്ണിൽ ഇറാൻ തീർത്ത ഈ പർവ്വതക്കോട്ടകൾക്ക് മുന്നിൽ തോൽവി സമ്മതിക്കുന്നത് അമേരിക്കയുടെ ആയുധബലം കൂടിയാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ അഭിമാനമായ 30,000 പൗണ്ട് ഭാരമുള്ള GBU-57 മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ അഥവാ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും ഇറാന്റെ ഈ ഉരുക്കുകോട്ടകൾ ഭേദിക്കാനാവില്ല എന്നതാണ് വാസ്തവം. ഭൗതിക ശാസ്ത്രത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ഈ ബോംബിന് 60 അടി കോൺക്രീറ്റോ അല്ലെങ്കിൽ 200 അടി മണ്ണോ തുളച്ചു കയറാൻ മാത്രമേ ശേഷിയുള്ളൂ. എന്നാൽ ഇറാന്റെ ഫോർദോ നടാൻസ് പ്ലാന്റുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇതിന്റെ ഇരട്ടിയിലധികം ആഴത്തിൽ, അതായത് 300 മുതൽ 500 അടി വരെ താഴെയുള്ള കംപ്രസ് ഗ്രാനൈറ്റ് പാറകൾക്കുള്ളിലാണ്. ഒരേ ലക്ഷ്യസ്ഥാനത്തേക്ക് തുടർച്ചയായി ബോംബുകൾ വർഷിച്ചാലും ഇറാന്റെ പർവ്വതങ്ങളുടെ ഘടന ഈ ആഘാതങ്ങളെ പ്രതിരോധിക്കും വിധമാണ് നിർമ്മിച്ചിരിക്കുന്നത്. USS എബ്രഹാം ലിങ്കണിൽ നിന്നും പറന്നുയരുന്ന B-2 സ്റ്റെൽത്ത് ബോംബറുകൾ വിക്ഷേപിക്കുന്ന ഓരോ മിസൈലും ഇറാന്റെ പർവ്വതങ്ങളിൽ തട്ടി വെറും പടക്കങ്ങൾ പോലെ ചിതറുമെന്ന് ചുരുക്കം. കേവലം തുരങ്ക കവാടങ്ങൾ തകർക്കാൻ മാത്രമേ ഈ വ്യോമാക്രമണങ്ങൾ കൊണ്ട് സാധിക്കൂ. പർവ്വതത്തിന്റെ ഹൃദയഭാഗത്ത് സൂക്ഷിച്ചിരിക്കുന്ന യുറേനിയം ശേഖരത്തോടെ സെൻട്രിഫ്യൂജുകളുടെയോ തൊടാൻ പോലും അമേരിക്കയ്ക്ക് കഴിയില്ല. ചുരുക്കത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യയേക്കാൾ ഒരുപടി മുന്നിൽ ചിന്തിച്ച ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങൾക്ക് മുന്നിൽ അമേരിക്കൻ പടക്കോപ്പുകൾ പരാജയപ്പെടുകയാണ്. അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രതയും സൈനിക ഗർവവും ഇറാന്റെ മണ്ണിൽ എന്നേക്കുമായി ഇല്ലാതാകുമെന്ന് അമേരിക്കയ്ക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഇറാന്റെ ഓരോ മിസൈൽ പരീക്ഷണവും അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നത് അതുകൊണ്ടാണ്. ഒരു വശത്ത് ഇന്ധനവില കുതിച്ചുയർന്ന അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥ തകരുകയും മറുവശത്ത് തങ്ങളുടെ പടക്കപ്പലുകൾ കടലിൽ മുങ്ങുകയും ചെയ്യുന്ന സങ്കല്പിക്കാൻ പോലും അമേരിക്കയ്ക്ക് കഴിയില്ല. ഇറാന്റെ അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയും ഹൈപ്പർസോണിക് മിസൈലുകളും അമേരിക്കയുടെ ഏത് പ്രതിരോധ കവചത്തെയും നിഷ്പ്രഭമാക്കാൻ കെൽപ്പുള്ളതാണ്. ചുരുക്കത്തിൽ ഇറാനിലേക്ക് എറിയുന്ന ഓരോ തീപ്പൊരിയും തിരികെ വരുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ചിതയിലേക്കുള്ള കനലായിട്ടായിരിക്കും. തോൽക്കാൻ തയ്യാറാകാത്ത ഒരു ജനതയ്ക്ക് മുന്നിൽ ലോക പോലീസിന്റെ അതീശത്വം അവസാനിക്കുന്ന ചരിത്ര നിമിഷമായിരിക്കും അത്. ആകാശത്ത് നിന്ന് വർഷിക്കുന്ന ബോംബുകൾക്ക് ഇറാന്റെ ആത്മവിശ്വാസത്തെ തകർക്കാനാവില്ല. USS എബ്രഹാം ലിങ്കൺ ഉപയോഗശൂന്യമാണെന്നും ലോകം തിരിച്ചറിയുന്നത് ഇറാന്റെ ഈ അജയ്യമായ പ്രതിരോധത്തിന് മുന്നിലാണ്. കേവലം ആയുധം ബലം കൊണ്ട് ഒരു ജനതയെ കീഴടക്കാമെന്ന അമേരിക്കൻ അഹങ്കാരത്തിനുള്ള അന്ത്യകൂദാശയാണ് പശ്ചിമേഷ്യയിൽ ഒരുങ്ങുന്നത്. സ്വന്തം മണ്ണും പരമാധികാരവും സംരക്ഷിക്കാൻ ഉറച്ചു നിൽക്കുന്ന ഇറാന്റെ പർവ്വതക്കോട്ടകൾക്ക് മുന്നിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അസ്തമയമായിരിക്കും ലോകം കാണാനിരിക്കുന്നത് എന്നും ചിലർ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.